ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഞാൻ അസുരാചാര്യനായ ഭാർഗവനെ, ശുക്രനെ, ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ, ഭൃഗുപുത്രനായ ഭാർഗവനെ, ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത്. ശുക്രൻ അസുരാചാര്യനാണ്. എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചാര്യനായ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്താണോ ഭൗതിക സുഖത്തിന് ഉചിതമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ. ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം. ശുക്രൻ കേന്ദ്രസ്ഥനായി, കേന്ദ്രമെന്നാൽ ലഗ്നം, 1-ാം ഭാവം, 4, 7, 10 ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ്, അപ്രകാരം തന്നെ ഇടവവും. ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി. കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ്. പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തും കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ശുക്രനും ചൊവ്വയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാരശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതേ ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലുള്ള ആളുകൾ സൂര്യ കലോത്സവം, വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ, അത് മറ്റൊരു തലത്തിലാണ്. അവിടെ ശുക്രൻ ആ തൗര്യത്രികത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ്. സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാരത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി മുതൽ കേവലം 24 ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരരാശിയിൽ നിൽക്കുന്നത്. അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട്. കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് 14-ാം തീയതി മുതൽ. 14-ാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും. അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും. അതിനാൽ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:15 മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും. മൗഢ്യംഗതാസ്തേ വിബലാഹ, മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ, ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങളെ എപ്രകാരം സംഭവിക്കും, എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ചികൻ രാശിക്കാർക്ക് ചാരവശാൽ ശുക്രൻ മകരത്തിൽ വരുമ്പോൾ അത് 6-ാം ഭാവത്തിലാണെന്ന് അറിയുക. 2 ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. ഒന്ന് 10-ാം ഭാവാധിപൻ. ചികൻ രാശിക്കാർക്ക് അവരുടെ കർമ്മം, എല്ലാവിധ കർമ്മങ്ങളെയും ചിന്തിക്കേണ്ട ഭാവമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ ചിന്തിക്കേണ്ട ഭാവമാണ്. പിന്നെ തൻ്റെ സഹായികളെ, സഹോദരങ്ങളെ 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഇവിടെ ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണോ? നല്ലതല്ല. ഹോരാശാസ്ത്രം അശത്രുഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റ് എല്ലാ ജ്യോതിഷശാസ്ത്ര ഗ്രന്ഥങ്ങളിലും അമൃതിൽ കുളിച്ച് ശത്രു ഉണ്ടാകും. ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മത്തിൽ ശത്രുക്കളുണ്ടാകും. തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാർ തൻ്റെ ശത്രുക്കളായി വരും. സഹോദരങ്ങൾ ശത്രുക്കളാകും. വിലപ്പെട്ട രേഖ സംബന്ധിച്ച വിഷയങ്ങളിൽ തർക്കങ്ങൾ വരും. സ്വർണം നഷ്ടപ്പെടും, ആഭരണങ്ങൾ നഷ്ടപ്പെടും. പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ വിട്ടുപോവുക. അതിനു പുറമെ രോഗാദി അരിഷ്ടതകൾ ധാരാളം വരും. കാരണം ശുക്രൻ രോഗസ്ഥാനത്ത് നിൽക്കുന്നു. വ്യഞ്ജനൊത്ത രുഗ് അരുജുശ്ച അംബുജഹാഗത. വ്യഞ്ജനൊത്ത സ്ത്രീകൾക്കാണെങ്കിൽ ഗൈനിക്, പുരുഷനാണെങ്കിൽ ലിംഗസംബന്ധമായ ബുദ്ധിമുട്ടുകൾ. അരുചിഹി രുചിക്കുറവുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇവിടെ ശ്രദ്ധിക്കണം. ദേവാലയങ്ങളൊക്കെ ഉത്സവ സമയത്തൊക്കെ ദേവൻ്റെ സ്വത്തുകൾ നഷ്ടപ്പെടും. ഇപ്പം ശബരിമലയിൽ നാം കാണുന്നില്ലേ?
അതിനാൽ ദേവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന സമയമാണ്. കള്ളന്മാർ ആഭരണങ്ങൾ കൊണ്ടുപോകും. ശത്രുക്കളെ കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സദാ ദാനിവെച്ച് സുധാസിക്ത ശത്രുഹോ, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രബലനായ ശത്രു തനിക്ക് ഓപ്പോസിറ്റായി വരും. വ്യയശത്രുഗോച്ച ഉത്തമോത്തോ ഭവേതാം, ശത്രുക്കളും അതേ രീതിയിൽ വലിയ ചെലവും വരും. വിപദ്ധ്യത സമ്പാദിതം ച അഭികൃത്യം, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദിച്ച കർമ്മങ്ങൾക്കെല്ലാം തന്നെ വിപത്തുക്കൾ, നാശനഷ്ടങ്ങൾ സംഭവിക്കും. തപേൻ മന്ത്രത പൂജ്യസൗഖ്യം ന ധത്തെ, തനിക്ക് തപസ്സിലൂടെ മന്ത്രത്തിലൂടെ സുഖം ലഭിക്കില്ല. പൂജ്യസൗഖ്യം, തന്നെ ബഹുമാനിക്കേണ്ട ആളുകളെ താൻ ബഹുമാനിക്കില്ല, അവരിൽ നിന്നും അനുഗ്രഹം ലഭിക്കില്ല. അതെല്ലാം മുതിർന്നവർ, സമൂഹത്തിലെ ഉന്നത സരണിയിലുള്ള ആളുകളെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. അതിനാൽ ഗുരുനാഥന്മാർ തൻ്റെ ഗോഡ് ഫാദേഴ്സിൻ്റെ ശത്രുത വാങ്ങാതെയൊക്കെ നോക്കണം. വളരെയധികം മയത്തിലൂടെ മാത്രം കാര്യങ്ങൾ സ്വീകരിക്കണം, നീങ്ങണം. ഈ ഒരു 24 ദിവസം എന്ന് പറയുക അനാവശ്യമായ ശത്രുക്കൾ വരും. അതിനാൽ ബഹുമാനത്തോടുകൂടി കാര്യങ്ങളെ വളരെ സ്ഥൂലമായോ അല്ലെങ്കിൽ സൂക്ഷ്മമായോ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കുക. ശത്രുദോഷത്തിന് പരിഹാരം നിർബന്ധമായും 24 ദിവസങ്ങൾ വരുന്ന വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടിറക്കൽ ചെയ്യണം. കർമ്മമുട്ടി ചെയ്യണം, മുട്ടിറക്കൽ ചെയ്യണം. ജോലി നഷ്ടപ്പെടുന്ന സമയമാണ്. പെട്ടെന്ന് അവിചാരിതമായി ജോലി നഷ്ടപ്പെടും. ആരെങ്കിലും തനിക്കെതിരെ പാരപണിയും. പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൂടെ ജോലി തെറിച്ചു പോകും. വളരെയധികം ശ്രദ്ധിക്കണം. അധ്യാപകരൊക്കെ ചെറിയ കുട്ടികളെ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യും, മാപ്പ് പറയിപ്പിക്കും, അല്ലെങ്കിൽ ജോലിയിൽ ടെർമിനേറ്റ് ചെയ്യും, ജോലിയിൽ സസ്പെൻഷൻ ചെയ്യപ്പെടും. വളരെ ശ്രദ്ധിക്കുക. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, ഇതര സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കലാലയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പെൺകുട്ടികളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാകും. ഇവർ കംപ്ലൈൻറ്റ് ചെയ്യും. കഴിഞ്ഞാഴ്ച കണ്ടു തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പെൺകുട്ടികളെ അധ്യാപകനെ അപമാനിച്ച് അങ്ങനെ അവർ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അധ്യാപകനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കും. വളരെ ശ്രദ്ധിക്കണം. സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങരുത്. അപ്രകാരം സഹോദരങ്ങൾ തനിക്ക് തിരിഞ്ഞു നിൽക്കും. സഹോദരിമാരൊക്കെ തന്നെ പൂർവികമായ സ്വത്ത് വിഷയത്തിലൊക്കെ എന്തെങ്കിലും ചർച്ചകളൊക്കെ നടത്തേണ്ടുന്ന സമയമല്ല ഇത് എന്നറിയുക. വലിയ ബുദ്ധിമുട്ടുകൾ വരും. ജാഗ്രത പാലിക്കണം. ശുദ്ധസംഹാര കുരുതി ചെയ്യുക. ആരോഗ്യം വേണ്ടവർക്ക് ദേഹമൊട്ടും കൂടി ചെയ്യണം. ഷുഗർ അല്ലെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഗൈനിക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വരുന്ന 24 ദിവസങ്ങളെന്നറിയുക. നന്ദി, നമസ്തേ.